ഞാൻ ഇങ്ങോട്ടേക്ക് ചാടി പോണേന്ന് വിചാരിക്കണേ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു സൂത്രമുണ്ട്, കാണിച്ചുതരാം വായോ. ഇന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരുപാടധികം ജാതിക്ക മരങ്ങളാണ് കൂടുതലുള്ളത്. കുറച്ച് വാഴകൾ, അതിലൊരു കുഞ്ഞു കലയാണിത്. കുഞ്ഞിത് മാത്രമല്ല കേട്ടോ, നല്ല വലുതുണ്ട് കണ്ടോ. വേറെ ഒരുപാട് ഐറ്റംസും ഉണ്ട്. വാവ് മാത്രമേ എൻ്റെ കൂടുള്ളൂ, തക്കെടുത്തിരി പണിക്കത്തില്ല. ഇതാണ് ആ സൂത്രം, മയിൽപ്പീലി. മയിൽപ്പീലി ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ, എല്ലാവർക്കും മയിൽപ്പീലി ഇഷ്ടം. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് വീണ് കിട്ടുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ, ഇവിടുത്തെ ഈ 2 തെങ്ങുമ്മയാണ് നമ്മുടെ ഈ പീക്കോക്കിൻ്റെ താമസം. അത് കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ കണ്ടുപിടിച്ചത് ഈ പീലിങ്ങനെ കെട്ടി തുടങ്ങിയപ്പോട്ടാ. ഒരു ദിവസം ഒരു 14, 15 അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം ദിവസങ്ങളിൽ ഒരു 4 എണ്ണമൊക്കെ വെച്ചിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി, ഇതെന്തെങ്കിലും കിട്ടണേ, ഇതിനെ പറ്റിയിട്ട് അറിയാൻ, അങ്ങനെയൊക്കെയായിട്ട് എല്ലാ ദിവസവും ചെന്ന് ചെക്ക് ചെയ്യലേ. അങ്ങനെ ഓരോ ദിവസം ഞങ്ങൾക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും നല്ല ഭംഗിയുള്ള പീലികളൊന്നും ആയിരുന്നില്ല, കുറേ ഭാഗം പോയതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയത് വരാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായേ, താഴെ ഒരഞ്ഞ് നടക്കുന്ന പീലികൾ ആദ്യം കൊഴിഞ്ഞ്, പിന്നെ മുകളിലേക്കുള്ള പീലികൾ കൊഴിഞ്ഞ് വരാമെന്ന്. അങ്ങനെ 19 എണ്ണത്തിനേക്കാളൊക്കെ കൂടുതൽ പീലികളായി കിട്ടണു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ പിന്നെ വീടിൻ്റെ പുറകിലൊരു പുഴയുണ്ട്, മണലിപ്പുഴയാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ വലക്കാവ് ഭാഗമാണ്. അതിൽ കൂടെ ഒഴുകുന്ന പുഴയാണ് മണലിപ്പുഴ. അവിടെ നല്ല രസമാണ്, അവിടെ മീൻ പിടിക്കാനിരിക്കാനൊക്കെ രസമാണ്. കുറച്ച് മീനുകളെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു കേട്ടോ ഇവിടേക്ക് താമസം മാറിയതിന് ശേഷം. ഇതാണ് നമ്മുടെ പുഴ. എങ്ങനെയുണ്ട് പുഴ കാണാനായിട്ട്? അടിപൊളിയല്ലേ? നല്ല രസമാണ് അവിടെ വന്നിരിക്കാൻ. കാറ്റതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ അടിപൊളിയാണ്. പിന്നെ നേരമ്പൊക്കാണ്. പിന്നെ ദേ പീലി പല ടൈപ്പിലുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഷേപ്പ് എന്താണെന്ന് പറയാനൊന്നും അറിയില്ല. പിന്നെ ഇതേ നമുക്ക് നോർമലായിട്ട് കിട്ടുന്നതും അതേപോലെ വളരെ കുഞ്ഞിത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പീലികൾ കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ട പറഞ്ഞില്ലേ, ഒരു കുഞ്ഞി പീലി കിട്ടിയത്. ഇങ്ങനെ എല്ലാ പറമ്പിലും ഈ പീക്കോക്ക് നടന്നു പോകുന്ന എല്ലാ ഭാഗങ്ങളിലും വീണ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കിപ്പോയിട്ട് എടുക്കണം. പീലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലുള്ളൊരു സന്തോഷ പ്രകടനമാണിത്. പിന്നെ റീൽസ് ഇടാലോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഓരോ വർത്തമാനങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് ഞാൻ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞുമണി എന്നെ ഹെൽപ്പ് ചെയ്ത് നടക്കുകയാണ്. കുഞ്ഞുമണീൻ്റെ പോലെ തന്നെ കുഞ്ഞു പീലീസുകൾ കിട്ടി. പിന്നെ എന്നെ വീഡിയോ എടുത്ത് സഹായിക്കുന്നത് എൻ്റെ ഏട്ടനാണ്. തക്കുടൂൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവൾ പിണക്കം മാറാൻ കുറച്ച് ടൈം എടുക്കും. പിണങ്ങി കഴിഞ്ഞാൽ ആരും എടുത്ത് ചെല്ലുന്നത് ഇഷ്ടമില്ല. കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ ഓക്കെ ആവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് തൂവലുകളായിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ കണ്ടേ. അപ്പോൾ അവിടെ എല്ലാം മുട്ടയുണ്ടെന്നാണ് ഞാൻ കുത്തി നിൽക്കുന്നത്. പീക്കോക്ക് വന്നിരുന്നിട്ടുള്ളൊരു സ്ഥലമാണ്. മുട്ടയിടാനാണെന്ന് ഞാൻ വെറുതെ ഗസ് ചെയ്ത് തപ്പി നോക്കിയതാണ്, കിട്ടിയൊന്നുമില്ല. അപ്പോഴാണ് കുഞ്ഞുമണി ഇതേ കുഞ്ഞു പീലി, കണ്ണൊക്കെ കുഞ്ഞു കണ്ണായിട്ടുള്ള ഒരു പീലിയും കൂടി എനിക്ക് എടുത്ത് തന്നത്. നല്ല രസമില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുയിലിൻ്റെ പീലികളും കിട്ടുന്നുണ്ടായിരുന്നു. ഒരുവിധം പീലീസുകളൊക്കെ കിട്ടി. ഇനി കാണാനൊന്നുമില്ല. അപ്പം ഞങ്ങളത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഇനിയുള്ളത് നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ള എല്ലാ പീലികളും നിങ്ങൾക്ക് കാണണ്ടേ. എല്ലാ പീലീസുകളും കൂടിയിട്ട് കാണിച്ചു തരാനാണ് ഞങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. എല്ലാ പീലീസുമായിട്ട് കുഞ്ഞുമണി എൻട്രി ആയിട്ടുണ്ട്. ഇതെൻ്റെ എല്ലാ പീലീസുകളും കൊണ്ടു തന്നു. ഇത് കൂട്ടി പിടിക്കണ കാരണം കേട്ടോ. അതുപോലെ ഒരുപാടധികം പീലികളുണ്ട്. കുറേ എണ്ണത്തിനൊന്നും അധികം ഷേപ്പ് വന്നിട്ടില്ല, അത് ഷേപ്പ് പോയതാണ്. അതാണ് കണ്ട. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ കിട്ടി തുടങ്ങിയത്. അങ്ങനെ കിട്ടിയാലും പീലില്ല, തുമ്പില്ലാണ്ട് കിട്ടിയതാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പോയി നോക്കി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം പീലീസുകൾ കളക്ട് ചെയ്യാൻ പറ്റിയത്. ഇത്രയധികം പീലി കളക്ട് ചെയ്തപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയോ. ഇനി നാളെയും വീണിട്ടുണ്ടാവും. ഇതിൻ്റെ പീലി കൊഴിച്ചിൽ നിൽക്കണമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ കോഴിക്കുട്ടികളെ കാണുന്ന പോലെ, കോഴികളെ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന പോലെയാണ് ഇവിടെ നിറച്ച് പീക്കോക്ക്. അന്ന് ഇവിടെ കോഴികളില്ലേതാനും. അങ്ങനെയാണ്. തക്കുടൂൻ്റെ പണക്കൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ സൈഡിൽ വന്നിട്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ട ഇപ്പം നല്ല ഷേപ്പായിട്ടുള്ള പീലികളൊക്കെ കിട്ടി തുടങ്ങി. നല്ല ഭംഗിയിൽ കാണാൻ. ഇതിങ്ങനെ കൈമ ഇങ്ങനെ തലോടുമ്പോൾ എന്ത് രസമാണെന്നറിയോ. നല്ല കിക്ലിയാവും, നല്ല നൈസാണ്, അടിപൊളിയാണ് അങ്ങനെ അതാക്കാനായിട്ട്. പിന്നെ ഓരോരോ പീലികൾ ഏതൊക്കെ പീലികൾ കാണിച്ചു തരേണ്ടിയിരുന്നില്ല. പിന്നെ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾക്കിത് കളക്ട് ചെയ്യുന്നത് നല്ലൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടിയും ആ സന്തോഷം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. എന്തായാലും ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്.
പിന്നെ എനിക്ക് ഇത്രത്തോളം ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഉന്നോളുടെ കാര്യം പറയണ്ടല്ലോ, അവരിത് എല്ലാ ദിവസത്തെയും നാശാക്കാതെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചത് കാരണമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുക. അല്ലാതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാനേ പറ്റില്ലായിരുന്നു. അവരത് കളിച്ച് ഒടിച്ചൊക്കെ നാശാക്കുകയാണെങ്കിൽ 2 തക്കുട് മണീസുകളും എന്നു വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ നമുക്ക് എല്ലാ ദിവസവും എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് നടന്നതാണ് ഈ 2 പേര്. പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് തക്കുടി ചെറുതായിട്ടൊരു പിണക്കം വന്നു. അത് മാത്രമേ ഉള്ളൂ. കണ്ട് കിക്കിലാക്കുമ്പോൾ എന്ത് രസം, കിക്കിലായിട്ട് വെള്ളം അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കാനായിട്ട് തോന്നും. തക്കുടി ഇതുപോലെ ആക്കി നോക്കുന്നുണ്ട്. അപ്പം വാവതേ കുയിലിൻ്റെ പീലികളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തരാണ്, കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു തൂവലോടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുയിലിൻ്റെ ആണെന്ന് അറിയില്ല, പക്ഷെ കിട്ടിയതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. അപ്പം അത് ഇപ്പോൾ അവൾക്ക് കാണാനില്ല എവിടെയാന്ന്, അത് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് നന്നായി കാണാൻ വേണ്ടിയിട്ട് ഇത് വോളിൽ ഇതേ മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? നൈസ്, അടിപൊളിയല്ലേ? എല്ലാം അത് ഫുള്ള് കവറിങ് ആയിട്ടുള്ള പീലീസുകൾ കിട്ടിയപ്പോൾ എന്ത് രസമാണ് കണ്ട. അതിൻ്റെ കയ്യിലൊരു കെട്ടിയിരിക്കണേ. ഇതെൻ്റെ ബാക്കിലേക്കാണെങ്കിൽ ഞാനായി പീക്കോക്ക് എന്ന കമൻറ്റൊക്കെ ഏട്ടനിടയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സന്തോഷം ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ബൈ ബൈ.